വാക്യത്തോട് ചേർത്ത് വായിക്കാവുന്ന വാക്യമാണ് എഫെസ്യ ലേഖനം 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ. സ്തോത്രം. രണ്ടിനകത്തെ രണ്ടാശയങ്ങൾ ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുമ്പോൾ, കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. ദൈവവചനത്തിൻ്റെ നിറവ് ഒരു ദൈവ പൈതലിനുണ്ടായിരിക്കണം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ആത്മാവിൻ്റെ നിറവ് ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. ആത്മാവിനെ പ്രാപിക്കുക ഒരിക്കലായിട്ട് നടക്കുന്ന കാര്യമാണ്. ആത്മനിറവ് നിരന്തരം പ്രാപിക്കേണ്ട കാര്യമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, ഇത് രണ്ടുമില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. ഇത് രണ്ടുമുണ്ടെങ്കിൽ നിന്നെ തകർക്കാൻ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. എത്ര പേർ എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നുണ്ട്? കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പോ സ്തോത്രം, ഈ കൊലോസ്യ ലേഖനത്തിൻ്റെ 3-ാം അധ്യായവും സ്തോത്രം മുഴുവൻ വിശദമായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സമയമില്ല. സ്തോത്രം. എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ നാം വായിച്ച 19-20 വാക്യങ്ങളും കൊലോസ്യ ലേഖനത്തിലെ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യവും അതിൻ്റെ താഴോട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ ഓടിച്ചു പോകുമ്പോൾ കുടുംബത്തിലേക്കാണ് വരുന്നത്. സ്തോത്രം. ഭാര്യമാര്, ഭർത്താക്കന്മാരെ, മക്കളെ, മാതാപിതാക്കളെ, യജമാനന്മാരെ, ദാസന്മാരെ, സ്തോത്രം. ഇതിൻ്റെ എല്ലാം തലക്കെട്ടായിട്ട് നിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് വചനത്തിൻ്റെ നിറവും ആത്മാവിൻ്റെ നിറവും. സ്തോത്രം.